മനമേ ചഞ്ചലമെന്തിനായി കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായി. മനമേ ചഞ്ചലമെന്തിനായി കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായി. മനമേ ചഞ്ചലമെന്തിനായി. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങൾ. വിജയകരമായ ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതായത് പരാജയം ആരും ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോഴൊക്കെ എന്തെങ്കിലും കുറവുകളുണ്ടെന്ന് തോന്നുന്നിടത്ത് ചഞ്ചലപ്പെടാനും സാധ്യതയുണ്ട്. ചഞ്ചലം അഥവാ സംശയം വിശ്വാസത്തിനും അവിശ്വാസത്തിനും ഇടയിലുള്ള ഒരു ആന്തരിക പോരാട്ടമാണ്. അത് പല രൂപങ്ങളിൽ വരുന്നു. ദൈവം എന്നെ മറന്നുപോയോ? ഈ കഷ്ടപ്പാടുകൾ അവസാനിക്കുന്നില്ലല്ലോ. വിദ്യാർത്ഥികളാണെങ്കിൽ എനിക്ക് ഈ വിഷയം മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. ഞാൻ എങ്ങനെ പരീക്ഷ എഴുതി ജയിക്കും? ഇങ്ങനെ ഓരോരുത്തരും ഓരോ മേഖലയിലും ചഞ്ചലിപ്പെട്ട് കഴിയുന്നവരാണ്. ചില പ്രലോഭന ചിന്തകൾ നമ്മെ അസംതൃപ്തരാക്കുവാൻ ഇടയായിത്തീരുന്നു. ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ആത്മവിശ്വാസത്തെ സംശയിക്കാനായിട്ടിടയായിത്തീരുന്നു. ഇത് മനുഷ്യൻ്റെ ആരംഭം മുതൽ വന്നു ചേർന്നിട്ടുള്ള ഒരു വിപത്താണ്. ഏദൻ തോട്ടത്തിൽ അതാണ് സംഭവിച്ചത്. ശത്രുവായ സാത്താൻ അവരുടെ സംതൃപ്ത ജീവിതത്തെ തകർക്കുവാൻ പദ്ധതിയിട്ടു. ദൈവം അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ സംശയം ജനിപ്പിച്ചു എന്ന് മാത്രമല്ല, അസംതൃപ്തരാക്കുകയും ചെയ്തു. ഇപ്പോൾ ഉള്ളതിനേക്കാൾ മെച്ചമായൊരു തലത്തിലേക്ക് ഉയരുവാൻ അവർ ആഗ്രഹിച്ചു. അതായത് ദൈവം നൽകിയ അനുഗ്രഹങ്ങളിൽ അവർ അസംതൃപ്തരായി. ദൈവത്തെ പോലെയാകുവാൻ അവർ ആഗ്രഹിച്ചു. അതുകൊണ്ട് ദൈവം അവർക്ക് നൽകിയ കൽപ്പനയിൽ സംശയം ഉളവായി. തൽഫലമായി അവർ അതുവരെ അനുഭവിച്ചിരുന്ന ദൈവിക സാന്നിധ്യവും സന്തോഷവും നഷ്ടപ്പെടുകയും ചെയ്തു. ഇവിടെ വിജയിച്ചത് സാത്താനായിരുന്നു. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിനേക്കാൾ സ്വയപരിശ്രമത്താൽ വിജയം നേടുക എന്ന ലക്ഷ്യത്തിലേക്ക് നാം വഴുതിപ്പോയാൽ അതിൻ്റെ അനന്തരഫലം നിരാശയായിരിക്കും. നിരാശ നമ്മെ നാശത്തിലേക്ക് തള്ളിയിടുന്നു. യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിലും എന്നിലും വിശ്വാസം അർപ്പിക്കുവാൻ. യോഹന്നാൻ 14:1 ദൈവജനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്: ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. യെശയ്യാ പ്രവചനം 43:2 സംശയം സമാധാനത്തെ നഷ്ടപ്പെടുത്തും. യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു: എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങൾ ജീവനായി കൊണ്ടും എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായി കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലിയതല്ലോ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. ധന്യനായ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. ഫിലിപ്പിയർ 4:6-7 പ്രിയമുള്ളവരെ, ദൈവത്തിലുള്ള വിശ്വാസം എന്നത് ദൈവത്തിൻ്റെ സർവ്വശക്തിയിൽ സംശയിക്കാതെ ആശ്രയിക്കുക എന്നുള്ളതാണ്. അത് വിജയകരമായ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കും. ഗോഡ് ബ്ലസ് യു. വിശ്വസിച്ചു ദൈവപുത്രൻ തന്റെ നാമത്തിൽ സംശയിച്ചിടേണ്ട നമ്മൾ ദൈവമക്കളായി. വിശ്വസിച്ചു ദൈവപുത്രൻ തന്റെ നാമത്തിൽ സംശയിച്ചിടേണ്ട നമ്മൾ ദൈവമക്കളായി. നിശ്ചയിച്ചു നിത്യഭാഗ്യമേകുവാനവൻ ആശ്വസിച്ചു പാർത്തിടാം നമുക്കു പാരിതിൽ. ദൈവമക്കളെ നമ്മൾ ഭാഗ്യശാലികൾ, ദിവ്യജീവനുള്ളിലേക്ക് ക്രിസ്തുനായകൻ.